എല്ലാവർക്കും നമസ്കാരം. സേനാനി സിവിൽ സർവീസ് അക്കാഡമിയിലേക്ക് സ്വാഗതം. അക്കാഡമിയുടെ ക്ലാസുകൾ SCERT NCERT അടിസ്ഥാനീകരിച്ച് സിലബസിനുള്ളിൽ ഒതുക്കി ചിട്ടപ്പെടുത്തിയിരിക്കുന്നതാണ്. തീർച്ചയായും പ്രിലിമിനറിക്കും മെയിൻസിനും ഉപകരിക്കുന്നതുമാണ്. നിങ്ങൾക്ക് ഉപകരിച്ചാൽ പ്രോത്സാഹനമായി ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും മടിക്കരുത്. ഇന്നത്തെ ക്ലാസ് ടോപ്പിക് ദണ്ഡി യാത്രയും ഉപ്പ് സത്യാഗ്രഹവും. ഉപ്പു നിയമം ലംഘിച്ചുകൊണ്ട് സിവിൽ നിയമലംഘന പ്രസ്ഥാനത്തിന് തുടക്കം കുറിക്കാനാണ് ഗാന്ധിജി തീരുമാനിച്ചത്. ഇന്ത്യക്കാരുടെ ജീവിതത്തിൽ ഉപ്പിനുള്ള പ്രാധാന്യം അദ്ദേഹം തിരിച്ചറിഞ്ഞിരുന്നു. ഉപ്പ് ജനങ്ങളുടെ ഭക്ഷണത്തിൻ്റെ അനിവാര്യ ഘടകമായിരുന്നു. കടലോര പ്രദേശത്തെ ജനങ്ങൾ ഉപ്പുണ്ടാക്കി വിറ്റിരുന്നതിനാൽ അതവരുടെ ജീവിത മാർഗവുമായിരുന്നു. ഗവൺമെൻറ് ഉപ്പ് നികുതി ഇരട്ടിയായി വർദ്ധിപ്പിക്കുകയും ഉപ്പുണ്ടാക്കുന്നത് നിരോധിക്കുകയും ചെയ്തപ്പോൾ ഇന്ത്യയിലെ ദരിദ്രരായ ജനങ്ങളെയാണ് അത് ഏറ്റവും ബാധിച്ചത്. അതിനാൽ ആദ്യം ഉപ്പു നിയമം ലംഘിക്കാൻ തന്നെ ഗാന്ധിജി തീരുമാനിച്ചു. ഗാന്ധിജിയുടെ ചരിത്ര പ്രസിദ്ധമായ ദണ്ഡി യാത്രയോടുകൂടിയാണ് സിവിൽ നിയമലംഘന പ്രസ്ഥാനം ആരംഭിച്ചത്. 1930 മാർച്ച് 12 തിരഞ്ഞെടുക്കപ്പെട്ട 78 അനുയായികളോടുകൂടി ഗാന്ധിജി സമർബന്ദി ആശ്രമത്തിൽ നിന്നും ഏതാണ്ട് 200 മൈൽ ദൂരെയുള്ള ദണ്ഡിയിലേക്ക് മാർച്ച് ചെയ്തു. 24 ദിവസത്തെ കാൽനട യാത്രയ്ക്ക് ശേഷം അദ്ദേഹം ഗുജറാത്തിലെ കടലോര ഗ്രാമമായ ദണ്ഡിയിലെത്തി. 1930 ഏപ്രിൽ 6 ഗാന്ധിയും അനുയായികളും ദണ്ഡി കടപ്പുറത്ത് ഉപ്പു നിയമം ലംഘിച്ച് ഉപ്പുണ്ടാക്കി. സിവിൽ നിയമലംഘന പ്രസ്ഥാനം അതിവേഗം നാടാകെ വ്യാപിച്ചു. ഉപ്പ് സത്യാഗ്രഹം രാജ്യത്തിൻ്റെ പല ഭാഗത്തും അരങ്ങേറി. വനനിയമങ്ങൾ ലംഘിക്കപ്പെട്ടു. ഭൂനികുതിയും പാട്ടവും നൽകാൻ കർഷകർ വിസമ്മതിച്ചു. വിദേശ വസ്ത്രങ്ങളും വസ്തുക്കളും ബഹിഷ്കരിച്ചു. കിഴക്കേ ഇന്ത്യയിലെ ജനങ്ങൾ ചൗരിദാരി നികുതികൾ നൽകാൻ വിസമ്മതിച്ചു. ഹർത്താലുകളിലും പ്രകടനങ്ങളിലും ജനങ്ങൾ ആവേശപൂർവ്വം പങ്കുചേർന്നു. സിവിൽ നിയമലംഘന പ്രസ്ഥാനത്തിൻ്റെ ഏറ്റവും ശ്രദ്ധേയമായ വശം സ്ത്രീകളുടെ വൻതോതിലുള്ള പങ്കാളിത്തമാണ്. വിദേശ വസ്ത്രങ്ങളും മദ്യവും വിൽക്കുന്ന കടകൾ പിക്കറ്റ് ചെയ്യുന്നതിന് അവർ സജീവ പങ്കുവഹിച്ചു. ജാഥകളിൽ പുരുഷന്മാരോടൊപ്പം സ്ത്രീകളും പങ്കുചേർന്നു. ഇന്ത്യയുടെ വടക്കു പടിഞ്ഞാറേ അറ്റത്തേക്കും സിവിൽ നിയമലംഘനങ്ങൾ വ്യാപിച്ചു. ഇവിടെ പ്രസ്ഥാനത്തെ നയിച്ചത് അതിർത്തി ഗാന്ധി എന്നറിയപ്പെട്ട ഖാൻ അബ്ദുൾ ഗാഫർ ഖാൻ ആയിരുന്നു. ഗുജറാത്തിലെ ധരാസന ഉപ്പ് നിർമ്മാണ കേന്ദ്രത്തിൽ ശ്രീമതി സരോജിനി നായിഡുവിൻ്റെ നേതൃത്വത്തിൽ നടന്ന സത്യാഗ്രഹം ദേശീയ തലത്തിൽ ശ്രദ്ധ പിടിച്ചുപറ്റുകയുണ്ടായി. സിവിൽ നിയമലംഘന പ്രസ്ഥാനം മണിപ്പൂരിലും നാഗാലാൻഡിലും അലയടിച്ചു. നാഗാലാൻഡിലെ റാണി ഗീഡില്യു വിദേശ ഭരണത്തിനെതിരെ ഐതിഹാസികമായി പോരാടിയത് തൻ്റെ 13ാമത്തെ വയസ്സിലാണ്. നാഗന്മാരെ സംഘടിപ്പിച്ച് അവർ കലാപം നടത്തിയത്. 1932 ജീവപര്യന്തം തടവിന് ശിക്ഷിക്കപ്പെട്ട റാണി തൻ്റെ യൗവനം മുഴുവൻ തടവറയിൽ ഹോമിച്ചു. സിവിൽ നിയമലംഘന പ്രസ്ഥാനത്തെ അടിച്ചമർത്താനാണ് ഗവൺമെൻറ് ശ്രമിച്ചത്. ലാത്തി ചാർജും വെടിവെപ്പുമെല്ലാം ഇക്കാലത്ത് നിത്യസംഭവങ്ങളായിരുന്നു. ഗാന്ധിജി ഉൾപ്പെടെയുള്ള 1 ലക്ഷത്തോളം സത്യാഗ്രഹികൾ ജയിലിലടയ്ക്കപ്പെട്ടു. കോൺഗ്രസിനെ നിരോധിച്ചു. പത്രങ്ങളുടെ വാ മൂടിക്കെട്ടി. ഔദ്യോഗിക കണക്കനുസരിച്ച് 110 പേർ കൊല്ലപ്പെട്ടു. 300-ലധികം പേർക്ക് പരിക്കുപറ്റി. എന്നാൽ യഥാർത്ഥത്തിൽ മരിച്ചവരുടെയും പരിക്കേറ്റവരുടെയും എണ്ണം എത്രയോ അധികമായിരുന്നു. ഗാന്ധി ഇർവിൻ കരാറിനെ തുടർന്ന് 1931 മാർച്ചിൽ സിവിൽ നിയമലംഘന പ്രസ്ഥാനം താൽക്കാലികമായി നിർത്തിവെച്ചുവെങ്കിലും 2ാം വട്ടമേശ സമ്മേളനം പരാജയപ്പെട്ടതോടെ ഇത് പുനഃസംഘടിപ്പിക്കപ്പെട്ടു. പ്രക്ഷോഭത്തെ അടിച്ചമർത്താൻ ദൃഢനിശ്ചയം ചെയ്ത ഗവൺമെൻറ് ക്രൂരമർദ്ദന മുറകളുമായി വീണ്ടും രംഗത്ത് വന്നതോടെ നിയമലംഘന പ്രസ്ഥാനം ക്ഷയിക്കാൻ തുടങ്ങി. 1933 ഗാന്ധിജി പ്രസ്ഥാനത്തിൻ്റെ പരാജയം സമ്മതിച്ചു. സജീവ രാഷ്ട്രീയത്തിൽ നിന്നും പിൻവലിഞ്ഞ് അദ്ദേഹം ഹരിജനോദ്ധാരണ പ്രസ്ഥാനങ്ങളിലേക്ക് ശ്രദ്ധ കേന്ദ്രീകരിച്ചു. 1934 മെയ് മാസത്തിൽ സിവിൽ നിയമലംഘന പ്രസ്ഥാനം ഔദ്യോഗികമായി പിൻവലിക്കപ്പെട്ടു. സിവിൽ നിയമലംഘന പ്രസ്ഥാനം അതിൻ്റെ ലക്ഷ്യങ്ങൾ നേടുന്നതിൽ പരാജയപ്പെട്ടു. പൂർണ്ണ സ്വരാജ് ഉൾപ്പെടെയുള്ള പ്രസ്ഥാനത്തിൻ്റെ ലക്ഷ്യങ്ങളിൽ ഒന്നുപോലും ഗവൺമെൻറ് പരിഗണിച്ചതേയില്ല. എന്നാൽ മുൻ സമരങ്ങളെയും അപേക്ഷിച്ച് സിവിൽ നിയമലംഘന പ്രസ്ഥാനത്തിൻ്റെ വ്യാപ്തി വളരെ കൂടുതലായിരുന്നു. കോൺഗ്രസിനെ പൂർണ്ണമായ അർത്ഥത്തിൽ ഒരു ബഹുജന സംഘടനയാക്കി മാറ്റിയത് സിവിൽ നിയമലംഘന പ്രസ്ഥാനമായിരുന്നു.
ഇന്നത്തെ ക്ലാസ് അവസാനിച്ചിരിക്കുന്നു. തുടർന്നുള്ള ക്ലാസ്സുകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. സേനാനി സിവിൽ സർവീസ് അക്കാഡമിക്ക് വേണ്ടി ശബ്ദം നൽകിയിരിക്കുന്നത് വൈഷ്ണവ്. താങ്ക് യു ഫോർ വാച്ചിങ്.